കാസർഗോഡും മഴ കനക്കുകയാണ്. ഇന്ന് അല്പം ശമനം മഴയ്ക്കുണ്ടെങ്കിൽ പോലും മഴ കാര്യമായിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് പോകുന്നതിന് നിരോധനം ഏർപ്പെടുത്തി കഴിഞ്ഞു. അതേപോലെ കാസർഗോഡിൻ്റെ മഴയുടെ വിവരങ്ങളുമായി നമുക്കൊപ്പം അരുൺ പാറയ്ക്കൽ ചേരുകയാണ്. ഗുഡ് മോർണിംഗ് അരുൺ പാറയ്ക്കൽ. കാസർഗോഡ് ഇപ്പോഴെങ്ങനെയാണ് മഴ? കുടയൊന്നും പിടിക്കാതെ നിൽക്കാൻ പറ്റുന്ന അവസ്ഥയാണോ അവിടെയുള്ളത്? കാസർഗോഡ് ഇന്ന് റെഡ് അലർട്ടാണ്. ഈ മഞ്ചേശ്വരം ഭാഗങ്ങളിൽ, അതായത് മംഗലാപുരം, കർണാടകയോട് അടുത്ത് കിടക്കുന്ന ഭാഗങ്ങളിലൊക്കെ തന്നെ അതിശക്തമായ മഴ പെയ്യുന്നു എന്നൊരു വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ മഴക്കെടുതികളോ മറ്റ് അനിഷ്ട സംഭവങ്ങളോ ഒന്നും തന്നെ ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മലയോര മേഖലയിൽ, കാസർഗോഡ് ജില്ലയുടെ മലയോര മേഖലകൾ സംബന്ധിച്ച് അവിടെ ചെറിയ തോതിലൊക്കെ മഴ പെയ്യുന്നുണ്ട്. ഇതുവരെയും ഒരു അനിഷ്ട സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നതാണ് പ്രധാനമായും എടുത്തു പറയാൻ സാധിക്കുന്നത്. ശക്തമായ കാറ്റുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് കാസർഗോഡ് ബീച്ചിലാണ്. ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ ശക്തമായ കാറ്റുണ്ട്, ശക്തമായ തിരമാലകൾ ഇവിടേക്ക് ആഞ്ഞടിക്കുന്നുണ്ട്. ദേശീയപാത സംബന്ധിച്ചാണ് പ്രധാനമായും നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്ന പ്രശ്നങ്ങളുള്ളത്. ഇതുവരെയും ദേശീയപാത സംബന്ധിച്ച് 101 ഇടങ്ങളിലാണ് ഈ പ്രശ്നബാധിത മേഖലകൾ ജില്ലാ കലക്ടർ കണ്ടെത്തിയിരിക്കുന്നത്. ഒരു പ്രത്യേക സമിതിയെ നിയോഗിച്ചിരുന്നു ഇതൊക്കെ കണ്ടെത്തുന്നതിന് വേണ്ടി. അങ്ങനെ 101 കേന്ദ്രങ്ങളിൽ ഈ മഴക്കാലത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ 5 ഇടങ്ങളിലാണ് മണ്ണിടിച്ചിൽ സാധ്യതയുള്ളത്. വീരമലക്കുന്ന്, മട്ടലായിക്കുന്ന് എന്നീ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഈ മണ്ണിടിച്ചിൽ സാധ്യത ജില്ലാ ഭരണകൂടം കണ്ടെത്തിയിട്ടുണ്ട്. അവിടെ 30ഓളം കുടുംബങ്ങൾ, 2 ഇടങ്ങളിലുമായി 30ഓളം കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. അവരെ മാറ്റിപ്പാർപ്പിക്കാനുള്ള എല്ലാവിധത്തിലുള്ള സജ്ജീകരണങ്ങളും ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. മറ്റ് സ്ഥലങ്ങളിലൊക്കെ തന്നെ വെള്ളക്കെട്ട് രൂക്ഷമാവുന്ന സ്ഥലങ്ങളുണ്ട്. ഡ്രൈനേജ് സംവിധാനമൊക്കെ തുറന്നു കൊടുക്കാനും ഈ ഓടയ്ക്കുള്ളിൽ അടിഞ്ഞുകൂടിയ ചെളി നീക്കം ചെയ്യാനുമുള്ള നടപടിക്രമങ്ങളൊക്കെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ മഴ മാറി നിൽക്കുന്നു. ഇന്നലെയൊക്കെ അതിശക്തമായ മഴയുണ്ടായിരുന്നു. എന്തായാലും വരും മണിക്കൂറുകളിൽ നമുക്ക് മഴ പ്രതീക്ഷിക്കാം. SKN അരുൺ പാറയ്ക്കലാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ